ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ചൊവ്വാഴ്ച നടക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ, അതായത് 2023 നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇതിലെ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ ജനറൽ PSC ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA പോലെയുള്ള എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവരും കൂടി ഇത് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 and 3. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി. ഖുദായി ഖിദ്മത്ത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? ഓപ്ഷൻ എ 7. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തതാര്? ഓപ്ഷൻ ബി മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാത്ത ഒരു ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്കി വെച്ചോണേ. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. നൈ താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ സി 3. ഭിലായ് ജപ്പാൻ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം റഷ്യയാണ്. ഓർത്തു വയ്ക്കുക. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം റഷ്യ. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ തന്നെയാണ് റഷ്യ. ബൊക്കാറോ റഷ്യ. ദുർഗാപൂർ ബ്രിട്ടൻ. റൂർക്കേല ജർമ്മനി. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ഡി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ സി 2, 3 and 4. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി സി കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 and 2. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി ടി പ്രകാശം. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ഓപ്ഷൻ സി അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32.
ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി? ഓപ്ഷൻ എ 42-ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഓപ്ഷൻ ബി ഭാഗം 3. മൗലിക അവകാശങ്ങൾ ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാൻസോങ് 12 പരീക്ഷിച്ച രാജ്യം? ഓപ്ഷൻ സി ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയതാര്? ഓപ്ഷൻ ബി ഭരതമുനി. 1857 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്? ഓപ്ഷൻ ബി താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബാഡ്മിന്റൺ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ സത്ലജ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഇറ്റാനഗർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി ശ്രീനഗർ, കാർഗിൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? ഓപ്ഷൻ ഡി മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര? ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? ഓപ്ഷൻ എ PR ശ്രീജേഷ്. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി PR ശ്രീജേഷ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ സി NH 66. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? ഓപ്ഷൻ ബി കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ഡി പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണിയുള്ള അണക്കെട്ട് ഏത്? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? ഓപ്ഷൻ സി അതിരപ്പിള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്? ഓപ്ഷൻ എ മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്? ഓപ്ഷൻ സി എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ്? ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏതു കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു. രക്തം കട്ട പിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്? ഓപ്ഷൻ ബി APTTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിൻ്റെ പേര്? ഓപ്ഷൻ എ KARSAP. കാർസാപ്പ്.
മസ്തിഷ്കത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം. ഓപ്ഷൻ സി ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ ബി അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് ഓപ്ഷൻ എ നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഓപ്ഷൻ സി എയ്ഡ്സ്. സീറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? ഓപ്ഷൻ ബി ഡീസൽ. സീറ്റൈൻ നമ്പർ ഡീസൽ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ. ഓപ്ഷൻ എ 1, 3, 4, 2. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തതേത്? ഓപ്ഷൻ സി ട്രെയിൻ. വാഹനത്തിൽ ആൾട്ടർനേറ്ററുടെ ഉപയോഗം. ഓപ്ഷൻ സി ബാറ്ററി ചാർജ് ചെയ്യാൻ. സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ഡി ഫീലർ ഗേജ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ തൻ്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത് വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. ഓപ്ഷൻ ബി ഗോൾഡൻ അവർ. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര് ഗോൾഡൻ അവർ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വാഹനം നിർത്തുക. ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ സി ഹെഡ് ഗാസ്കറ്റ് തകരാറ്. 1500 cc താഴെയുള്ള മോട്ടോർ ക്യാമ്പിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? ഓപ്ഷൻ ബി 5 കിലോമീറ്റർ വരെ 200 രൂപ. വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിൻ്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? ഓപ്ഷൻ സി ഫ്രിക്ഷൻ. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. ഓപ്ഷൻ എ ത്രികോണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തിൽ OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? ഓപ്ഷൻ സി മറ്റുള്ളവർ നിയമം ലംഘിക്കും എന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ഡിഫൻസീവ് ഡ്രൈവിംഗ് മറ്റുള്ളവർ നിയമം ലംഘിക്കും എന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. BS4 വാഹനങ്ങൾക്ക് പ്രൊപ്പല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ABS എന്നാൽ എന്ത്? ഓപ്ഷൻ എ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? ഓപ്ഷൻ സി സെക്ഷൻ 19. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? സെക്ഷൻ 19. വാഹനത്തിൻ്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ ഡി ടാക്കോമീറ്റർ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ജില്ലാ കളക്ടർ. ഒരു ട്രാക്ടറിൽ ഡ്രൈവർ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി ആർക്കും അനുവാദമില്ല. ഒരു ട്രാക്ടറിൽ ഡ്രൈവർ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി ആർക്കും അനുവാദമില്ല. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? ഓപ്ഷൻ എ 4 വയസ്സിന് മുകളിൽ. വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ചെക്ക് എൻജിൻ.
സലൂൺ ടൈപ്പ് ബോഡി ഏതുതരം വാഹനങ്ങൾക്കാണുള്ളത്? ഓപ്ഷൻ സി സ്റ്റേജ് കാരേജ്. ഒരു വാഹനത്തിൻ്റെ അൺലാൻഡഡ് വെയിറ്റ് എന്നാൽ എന്ത്? ഓപ്ഷൻ സി ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിൻ്റെ ഭാരം. അൺലാൻഡ് വെയിറ്റ് ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിൻ്റെ ഭാരം. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? ഓപ്ഷൻ ബി പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. വീൽ ബേസ് എന്നാൽ എന്ത്? ഓപ്ഷൻ ഡി മുന്നിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി. ഓപ്ഷൻ ബി 2 വർഷം. ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധി. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? ഓപ്ഷൻ എ 2. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഹാൻഡ് ബ്രേക്ക്. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം. ഓപ്ഷൻ സി ഹൈഡ്രോ കാർബൺ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക. ഓപ്ഷൻ എ 2000 രൂപ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡന്റിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ഓപ്ഷൻ ബി 20 വയസ്സിന് മുകളിൽ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡന്റിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 20 വയസ്സിന് മുകളിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി മലപ്പുറം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് മലപ്പുറം. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി മാസ്റ്റർ സിലിണ്ടർ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരം ആക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 185. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് സെക്ഷൻ 185. ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനത്തിനാണ് മുൻഗണന? ഓപ്ഷൻ സി വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി. ഓപ്ഷൻ ഡി പരിധിയില്ല. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വഴി നൽകുക. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ടെടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുമ്പോഴാണ്? ഓപ്ഷൻ എ ആംബർ. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലദൈർഘ്യം. ഓപ്ഷൻ സി കാലാവധി തീരുന്നതിന് 12 മാസം മുമ്പ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എ അമിത വേഗത. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം. ഓപ്ഷൻ ബി ഒലിവ് ഗ്രീൻ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്ര? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സ്റ്റേജ് കാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി RTA. ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യം. ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. ടയറിൻ്റെ തേയ്മാനം ഒരേപോലെ ആക്കുന്നതിന്, ടയറിൻ്റെ ലൈഫ് കൂട്ടുന്നതിന്, വാഹനത്തിൻ്റെ സുഗമമായ യാത്രയ്ക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. ഓപ്ഷൻ ഡി അനുവദിച്ചിട്ടില്ല. ഓക്കെ, എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്